ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്നാൽ കുറേ മച്ചാന്മാർ വെച്ചു ഓൾഡ് നൊസ്റ്റാൾജി ആയിട്ടുള്ള ഗെയിമില്ലേ നമ്മുടെ GTA San Andreas. അപ്പോൾ GTA 5 ഒക്കെ നമ്മളെ പല ആൾക്കാരും ഓൺലൈൻ വേർഷൻ മൾട്ടിപ്ലെയർ ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ GTA San Andreas എങ്ങനെ നമ്മുടെ PC-യിൽ ഡൗൺലോഡ് ചെയ്യാന്ന് പലർക്കും അറിയില്ല. പല ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് പല മോഡും വൈറസൊക്കെ കയറ്റി വെക്കുന്ന ടീംസ് ഉണ്ട് നമ്മളെ കുറേ മലയാളീസൊക്കെ. അപ്പോൾ നമുക്കിത് ഞാനൊരു മലയാളി കൊണ്ട് തന്നെ എങ്ങനെ ഫ്രീ ആയിട്ട് സെക്യൂർ ആയിട്ടുള്ളൊരു GTA San Andreasൻ്റെ കുഴപ്പമില്ലാത്തൊരു ഫയൽ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാനും കൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ GTA San Andreas നമുക്ക് ഡൗൺലോഡ് ആക്കാം. അല്ലെങ്കിൽ നമ്മളെ PC-യിൽ ലോൻ്റെ ഹൈൻ്റെ ഇതൊന്നും ഒരു വേരിയൻസ് അല്ല. കാരണം GTA San Andreas എടുക്കാൻ ജസ്റ്റ് ഒരു 500 MB റാം മാത്രം മതി, ഗ്രാഫിക്സ് കാർഡൊന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ GTA San Andreas കയറ്റാമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ GTA San Andreasൻ്റെ ഗെയിം പ്ലേയും കാര്യമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേറെ ഒരു പ്ലേലിസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അത് ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ ഒരു ഫയലിലാക്കി വെച്ചെങ്കിൽ ഗെയിം ഫയൽസ് എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത നൈഫ് ഔട്ടിൻ്റെ വീഡിയോ ഇല്ലേ അതിൻ്റെ ഫയലാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഫയലും ഉണ്ട്, ഇതിൻ്റെ അകത്ത് GTA San Andreasൻ്റെ ഫയലും ഉണ്ട്, 2 സിപ്പായിട്ടാണ്. അപ്പോൾ സിപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം GTA San Andreasൻ്റെ സിപ്പിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. GTA San Andreas ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ വിൻഡോസിൻ്റെ WX സെറ്റപ്പ്, പിന്നെ ഹൗ ടു റൺ ഗെയിം എന്നുള്ളൊരു ചെറിയ ബ്രീഫ് നോട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ GTA San Andreas ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ യൂട്ടിലിറ്റീസ് എന്നൊരു സംഭവം വരും പുറത്തേക്ക്. ഇതാ ഈ ഫയൽ. ഓക്കെ, അപ്പോൾ ഈ ഫയലിനകത്ത് GTA ചെയ്യുന്നുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ വേഗം പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എററും കാര്യങ്ങളൊക്കെ വരും. കാരണം ഇത് വൈഡ് സ്ക്രീൻ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ വൈഡ് സ്ക്രീനൊക്കെ ഫിക്സ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ഫയലും കൂടി അല്ലെങ്കിൽ വേറൊരു സിപ്പ് ഫയലും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തതിന് ശേഷം ഇത് മൂന്നും ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് നമ്മൾ ഈ മോഡൽസ് ഇതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യുക, നമ്മുടെ സ്ക്രിപ്റ്റ്സ് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക, വോർബിഡസ് ഫയലിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ 4 ഫയൽസ് ഇതിൻ്റെ അകത്ത് പുറത്ത് വരുന്ന 4 ഫയൽസ് ഇതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇത് മൂന്നും ഉണ്ടാവില്ലേ റീപ്ലേസ്, ഞാൻ ഇത് ഓൾറെഡി ഒന്ന് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഒന്നും കൂടി കാണിച്ചത്. അതുകൊണ്ട് ഞാൻ റീപ്ലേസ് ദിസ് ഫയൽസ് ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നും ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കട്ട് ചെയ്യുക, ഇതിനുള്ളിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് ദിസ് ഫയൽസ് ആൻഡ് ഡെസ്റ്റിനേഷൻ. കാരണം ഓൾറെഡി ഡൗൺലോഡ് ചെയ്താണ്ട് ഇങ്ങനെ ഒരു വാണിംഗ് മെസ്സേജ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് എന്തില്ല കേട്ടോ, സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് അത്ര സിമ്പിളാണിത്. അപ്പം നേരെ GTA San Andreas ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസിന് മാറ്റമൊക്കെ വരുത്താം കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ താഴെ പോയിട്ട് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക, കമ്പാബിലിറ്റി പോയിട്ട് നമുക്ക് വേണം റൺ മോഡ് മാറ്റാം, വിൻഡോസ് XP സർവീസ് പാക്ക് 2 അല്ലെങ്കിൽ ഡിസേബിൾ ഫുൾ സ്ക്രീൻ ഒപ്റ്റിമൈസേഷൻ, റൺ ദിസ് പ്രോഗ്രാം ആസ് അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയൊക്കെ കൊടുക്കാം. ഞാനിത് റൺ ദിസ് പ്രോഗ്രാം ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നു. കാരണം അത് എന്തെങ്കിലും രീതിയിൽ വൈറസ് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓണാക്കി വെച്ചത്. നിങ്ങൾക്ക് അത് പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കളിക്കാൻ തീരുള്ളൂ. അപ്പോൾ മനസ്സിലാവുമല്ലോ വൈറസ് ഉണ്ടാവില്ലെന്ന്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതുപോലെ തന്നെ സെക്യൂർ ആണ്. നിങ്ങളൊരു പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഇനി അതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചതില്ല എങ്ങനെ സിമ്പിളായിട്ട് ഇത് GTA San Andreas ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. നിങ്ങളെ PC-യിൽ കളിച്ച് പഴയ നൊസ്റ്റാൾജി ഗെയിം ഒന്ന് നൊസ്റ്റാൾജി അടിച്ച് നിൽക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ഏവർക്കും ബൈ ഗൈസ്.